ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമ്മളെ നാട്ടിലൊക്കെ കോള് എന്ന് പറയുന്നത് കക്കയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കടുമ്പ്, കോള് കടുമ്പ് എന്ന് ഞങ്ങൾ പറയും. അതായത് കക്ക കടുമ്പിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനല്ല ചെയ്യുന്ന, ഉമ്മയാണ്. ഞാൻ ഇപ്പോൾ 2 വീക്സിന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ കോള് കടുമ്പ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ കക്കൻ്റെ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ഒരു കോഴിക്കടുമ്പ് പറഞ്ഞൊരു ഡിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കാണാത്ത ആൾക്കാർ കാണുക. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കക്ക വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ചെയ്യുന്നത്, ഈ കക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വെള്ളത്തിൽ, ഇത് തുറന്നു വരാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തി കൊണ്ട് തന്നെ തുറന്നെടുക്കാം. കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് തനിയെ തുറന്നു വരും. പിന്നെ അതേപോലെ ഇതിലുള്ള പൂഴിയും അതേപോലെ മണ്ണിലൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ താഴത്ത് അടിയാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഞാനല്ല ചെയ്യുന്നത്, ഉമ്മയാണ് ചെയ്യുന്നത് നാട്ടിലായതുകൊണ്ട്. അപ്പോൾ ഇത് ഒന്ന് അടുപ്പത്താണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത്. ഗ്യാസിൽ വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതൊക്കെ തുറന്നു വരികയും ചെയ്യും. അതേപോലെ അതിൻ്റെ വേസ്റ്റൊക്കെ അടിയുകയും ചെയ്യും. പിന്നെ ഇതിലൊരു കറുത്തൊരു വേസ്റ്റും കൂടി ഉണ്ടാവും എല്ലാ കക്കയിലും, അതും നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഇനിയൊന്ന് നമുക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ക്ലീനിങ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ കക്ക ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഞാനും ഉമ്മയും കൂടിയിട്ട്. അപ്പോൾ ഇതിൽ തോടും ഇട്ടിട്ടാണ് ഞങ്ങൾ കക്കക്കടുമ്പ് ഉണ്ടാക്കുന്നത്. കുറച്ച് തോടെടുക്കും, ബാക്കിയുള്ളത് നമ്മൾ തോടിന്ന് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഇറച്ചി മാത്രം എടുക്കും. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കറുത്തൊരു സാധനം ഉണ്ടാവും, നമുക്ക് തുറന്നു കിട്ടുമ്പോൾ തന്നെ കാണാൻ പറ്റും. അത് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വയറുവേദന ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ വേവിച്ച വെള്ളത്തിൽ തന്നെ ഒന്ന് നല്ലോണം കുലുക്കി എടുത്തിട്ട് വേണം ഇതിനെ ക്ലീനാക്കി എടുക്കാൻ. കാരണം പുഴിയും മണലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതിൻ്റെ മൊത്തത്തിൽ ചിപ്പിയോട് നമ്മൾ അതിൻ്റെ തോടൊടുക്ക് കൂടിയാണ് ആഡ് ചെയ്യുന്നത്, കുറച്ച് ഇറച്ചിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ കക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ലിൽ അരക്കാനിട്ടിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ അരമുറി തേങ്ങയാണ് യൂസ് ചെയ്യുന്നത്. അരമുറി തേങ്ങ, അതിലേക്ക് ഒരു 5-6 വറ്റൽമുളകാണ്, നല്ല എരിവുള്ള വറ്റൽമുളക് തന്നെയാണ് നമ്മൾ അരിയാൻ വേണ്ടിയിട്ട് ഇടുക. പിന്നെ എന്താ വേണ്ട, ഒരു ടേബിൾ സ്പൂണ് വറുത്ത മല്ലിയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് അരച്ചെടുക്കുന്നത്. നല്ലോണം അരയണം. ഇതിൽ കുറേ നേരം ഇങ്ങനെ ഓണാക്കി നമ്മൾ അരച്ചെടുക്കും. ഇത് മിക്സിയിൽ അരച്ചെടുത്താലും മതി. ഞാൻ വേണമെങ്കിൽ മിക്സിയിലുള്ള റെസിപ്പി ചെയ്യാട്ടോ. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അങ്ങനെ കാണിക്കുന്നില്ല. ഞാൻ ട്രൈപോഡും എടുത്തിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വെച്ചിട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ ഉമ്മയാണ് കറിയൊക്കെ ഉണ്ടാക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതൊന്ന് നല്ലോണം അരിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ കടുമ്പിൻ്റെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, കാരണം കടുമ്പിൻ്റെ വീഡിയോ കാണിച്ചു തരാം. പക്ഷെ ഞാൻ പൊടി കൊണ്ടുള്ളത് കോഴിക്കടുമ്പ് എന്നുള്ള റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അത് അരിപ്പൊടി കൊണ്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ കടുമ്പ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്, വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാം അരച്ചിട്ടാണ് ഉണ്ടാക്കുക. തേങ്ങയാണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ അരച്ചിട്ടാണ് കറി ഉണ്ടാക്കുക. അപ്പോൾ അരി അരച്ചിട്ടാണ് ഞങ്ങൾ പത്തിരി കടുമ്പ് ഉണ്ടാക്കുന്നത്. അതിൻ്റെതും ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇതിൽ മുളക് അരച്ചെടുത്തു. ഇനി നെക്സ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്ന അരിയാണ്. അരി ഇട്ടിട്ട് ഇതേപോലെ കടുമ്പിന് വേണ്ടി ഇതിൽ ഞങ്ങൾ ഗ്രൈൻഡറിൽ തന്നെയാണ് എല്ലാം അരക്കാറ്. അപ്പോൾ ഇതിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓണാക്കി ഇതിപ്പോൾ നല്ലോണം അരിഞ്ഞ് കിട്ടുന്നത് വരെ നല്ലോണം അരച്ചെടുക്കണം. മാവ് അത്യാവശ്യം അരഞ്ഞു വരുന്നുണ്ട്. കുറേ വെള്ളമായിട്ടല്ല വേണ്ടേ, കുറച്ച് വെള്ളമായിട്ടാണ്. ഇത് അങ്ങനെ അരിയുമ്പോൾ തന്നെ ഇങ്ങനെ മാവ് എടുക്കുകയാണ് ചെയ്യുക. അരിയുമ്പോൾ തന്നെ ഇങ്ങനെ മാവ് എടുക്കുകയാണ് ചെയ്യുക. ഒരു പാനിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ടാണ് ഇതിനെ ഡ്രൈ ആക്കി എടുക്കുന്നത്. എന്നെ കൊണ്ടൊന്നും ഈ പരിപാടി നടക്കൂല കേട്ടോ, ഞാൻ അധികം ചെയ്യാറില്ല. പത്തിരിയും കടുമ്പും എല്ലാം ഏകദേശം അങ്ങനത്തതിനൊക്കെ നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണ് ചെയ്യാറ്. മരത്തിന്റെ കയ്യിൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതാക്കി എടുക്കാം. പക്ഷെ ഇവർക്ക് ഉമ്മമാർക്കൊക്കെ എക്സ്പീരിയൻസ് കൂടുതലായതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കും. ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ മരത്തിന്റെ കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യുക. ഇതേപോലത്തെ നോൺ സ്റ്റിക്ക് പാനിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കും. നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു പരുവാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ടൈറ്റായി വന്ന കണ്ടോ മാവ്. ആദ്യം ഇട്ടപ്പോൾ നല്ല കുറച്ച് വെള്ളം പോലെ ആയിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി ടൈറ്റായി വന്നില്ലേ. ഇതിനേക്കാൾ ഒരിത്തിരി കൂടി ടൈറ്റായിട്ട് കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം, ഒന്ന് ഈ പാനിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ മരത്തിൻ്റെ കയ്യിൽ ഉപയോഗിച്ചിട്ട്, അതായത് ചട്ടുകം സ്പാറ്റുല ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കുക. അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാൻ പോവാണ്. അടുത്ത മാവും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കും. കൂടുതൽ മാവുണ്ടെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമായിട്ടാണ് ഇതിങ്ങനെ ചെയ്യുക കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത് കുറച്ച് വലിയ പാനാണെങ്കിൽ അത് വെച്ച് ചെയ്യാം. നമ്മൾ വിചാരിക്കും
കുറച്ച് പണിയാണല്ലോ എന്നുള്ള. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. അവർക്ക് പൊടി വാട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ പണിയുള്ള പോലെയാണ് ഒരു പറയാം. ഓ പൊടിയൊക്കെ വാട്ടി അതൊക്കെ നന്നാക്കി എടുക്കണ്ടേ, ഇതാണല്ലോ എളുപ്പ പരിപാടി എന്നാണ് അവർ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയാറ്. അവർക്ക് ഇതൊക്കെ ഭയങ്കര എളുപ്പം. എൻ്റെ ഉമ്മക്കാണെങ്കിലും ഒക്കെ ഇവിടെ ഉമ്മയൊന്നും തീരെ പൊടിയൊന്നും യൂസ് ചെയ്യാറന്നില്ല. പത്തിരി ഒന്നും പൊടി വെച്ചിട്ട് ഒരു പ്രാവശ്യം പോലും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇതേപോലെ തന്നെ ഉണ്ടാക്കാറുള്ളൂ. എന്താണെങ്കിലും പൊടികളൊന്നും മുളക് പൊടി അങ്ങനത്തെ ഒരു പൊടികളൊന്നും യൂസ് ചെയ്യാറില്ല. ഏകദേശം ഞങ്ങൾ കടുമ്പൊക്കെ ഉണ്ടാക്കി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ചെറിയൊരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതേപോലെ ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുത്താൽ മതി. അങ്ങനെയാണ് കടുമ്പ് ചെയ്യുന്നത്. ഇനി ഇതൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ഞങ്ങളിപ്പോൾ അടുപ്പത്താണ് വെക്കുന്നത്. ഗ്യാസിലാണെങ്കിലും വെക്കാം. ഒരു 15 മിനിറ്റ് നല്ലോണം ആവിയിൽ വേവിച്ചെടുക്കുക. നമ്മളിപ്പോൾ അരച്ചെടുത്ത ഒരു തേങ്ങൻ്റെയും അതേപോലെ മുളകും മല്ലിയും കൂടിയിട്ടുള്ള ആ മിക്സർ ഇപ്പോൾ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ കക്ക, അതായത് ഞങ്ങളിവിടെ കോളെന്നാണ് പറയാം, കക്ക ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് തോടും ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ക്ലീൻ ആക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം കക്ക മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കറുപ്പ് സാധനങ്ങളൊക്കെ ഇളകി വരും. അങ്ങനെ ആകുമ്പോൾ ജസ്റ്റ് കഴുകിയിട്ടൊന്ന് കോരി എടുത്താലും മതി. ഇതിപ്പോൾ ഇതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചത്, 2 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഒരു ഹാഫ് സവാള അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു ഹാഫ് തക്കാളിയും കൂടി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഉപ്പുമാണ് ഇപ്പോൾ പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അരക്കുമ്പോൾ മുളകും തേങ്ങയും അതേപോലെ തന്നെ മല്ലിയും കൂടി, റോ മല്ലി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട്, അതായത് വറുത്ത മല്ലി 1 ടേബിൾ സ്പൂണും കൂടി ആയിരുന്നു ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അരി അരക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം അരിയേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തരിതരിയായിട്ട്, നമ്മളിപ്പോൾ ദോശയൊക്കെ കരക്കുമ്പോൾ ആ ഒരു അരി കുറച്ച് തരിതരി വേണമെന്ന് പറയില്ലേ, അതേപോലെ അരക്കുന്നതാണ് നല്ലത്, കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇതൊന്നും തിളച്ച് വരട്ടെ. ആദ്യം നമ്മൾ ഇത് കക്ക ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കറി ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ. ഇപ്പോൾ ഇതേപോലെ കടുമ്പൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ അടുപ്പത്താണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അടുപ്പത്ത് നല്ലോണം തീ കത്തുന്നുണ്ട്, ആളി കത്തുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വറ്റി കിട്ടണം. കുറച്ചൊന്ന് ടൈറ്റ് ആവുന്നത് വരെ നമ്മൾ ഈ കടുമ്പ് ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഒന്ന് വറ്റിച്ചിട്ട് നമുക്ക് നോക്കാം. ഫുള്ള് കടുമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കക്കക്കടുമ്പ് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നല്ല കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള, ഇതേപോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള. ഇതിപ്പോൾ കറി കൂട്ടിയിട്ടൊന്നും അല്ലല്ലോ, ഡ്രൈ ആയിട്ട് തന്നെ ഇതേപോലെ കഴിക്കുന്ന ഒരു വിഭവമാണിത്. എനിക്കാണെങ്കിൽ വായിൽ വെള്ളം വന്നിട്ട് വയ്യ. ഇതേപോലെ കഴിക്കുക. എന്താ കോള് ഇതേപോലെ ഉണ്ട്, കുറച്ച് അതേപോലെ ഇട്ടത്. അതിലാണെങ്കിൽ നമ്മളെ ഇതുണ്ട്, എന്താ പറയുക, കക്ക ഇറച്ചി, അതെടുത്ത് കഴിക്കുക. ഓൾറെഡി നമ്മൾ കുറേ റിമൂവ് ചെയ്തതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് സ്പൂൺ ഉണ്ടായതുകൊണ്ട് പറ്റണില്ല, ഞാൻ എന്തായാലും കൈ കൊണ്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു.